Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കോത്തായിമുക്ക് മുതൽ പെരുമ്പ വരെയുള്ള ദേശീയ പാതയോരത്ത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ആയി നിന്നിരുന്ന കൂറ്റൻ മഴമരങ്ങൾ മുറിച്ചു നീക്കുന്ന നടപടികൾക്ക് തുടക്കമായി. വരാനിരിക്കുന്ന കാലവർഷത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണുണ്ടാകാനിടയുള്ള വൻ ദുരന്തങ്ങൾ ഒഴിവാക്കാനാണ് അധികൃതരുടെ അടിയന്തര ഇടപെടൽ. മരങ്ങൾ വ്യാപകമായി മുറിച്ചു മാറ്റുമ്പോഴുണ്ടാകുന്ന പരിസ്ഥിതി ആഘാതം മറികടക്കാൻ വിപുലമായ പദ്ധതിയാണ് അധികൃതർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പാതയോരത്ത് നിന്ന് മുറിച്ചു നീക്കുന്ന ഓരോ മരത്തിനും പകരം 10 പുതിയ മരത്തൈകൾ വീതം പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കും. തൈകൾ വെറുതെ നട്ടുപിടിപ്പിക്കുക മാത്രമല്ല, അവ അടുത്ത 5 വർഷത്തേക്ക് കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ദേശീയപാതയിൽ കോത്തായിമുക്ക് മുതൽ പെരുമ്പ വരെയുള്ള ഇടങ്ങളിലാണ് മരമുറിയും അതോടൊപ്പം തൈകൾ നടിയിലും നടക്കുക. മരമുറിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന സമയങ്ങളിൽ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. അതിനാൽ ഈ റൂട്ടിലൂടെ പോകുന്നവർ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയ ജനപങ്കാളിത്തത്തോടെ കെട്ടിഘോഷിച്ച് ഉദ്ഘാടനം നിർവഹിച്ച മാട്ടൂൽ പൊലുപ്പിൽ റോഡ് പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു. റോഡിലെ ഇന്റർലോക്ക് സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാകാത്തതാണ് ഇതുവഴിയുള്ള ഗതാഗതം ദുസ്സഹമാക്കുന്നത്. കരാറുകാരന്റെ കടുത്ത അനാസ്ഥയാണ് നിർമ്മാണം മുടങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് റോഡ് നവീകരണത്തിനായി തുക അനുവദിച്ചത്. എം വി ജിൻ MLA ഇടപെടലിനെ തുടർന്നാണ് പദ്ധതിക്ക് ഫണ്ട് ലഭ്യമായത്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ സ്ട്രീറ്റ് നമ്പർ 13, 14 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. റോഡിന്റെ പ്രധാന ഭാഗങ്ങളിലെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഏകദേശം 80 മീറ്ററോളം ദൂരത്തിൽ ഇന്റർലോക്ക് ആകുന്ന ജോലി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഇന്റർലോക്ക് ചെയ്യുന്നതിനായി റോഡിന്റെ ഈ ഭാഗം പൂർണ്ണമായും കിളച്ചിട്ട അവസ്ഥയിലാണ്. ഇതോടെ വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കാൻ കരാറുകാരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം M. രാജു പറഞ്ഞു. സ്ട്രീറ്റ് നമ്പർ 13ഉം 14ഉം യോജിക്കുന്ന റോഡാണ്. അത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി ഉൾപ്പെടുത്തി പ്രിയപ്പെട്ട MLA ശ്രീ വിജിൻ മുൻകൈ എടുത്ത് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ ആ റോഡിൻ്റെ ഉദ്ഘാടനം നടന്നെങ്കിലും ഈ അസീസ് ഹോട്ടലിൻ്റെ സ്ട്രീറ്റ് നമ്പർ 14 82 മീറ്ററോളം ഭാഗത്ത് റോഡ് കളച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. നമ്മുടെ ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വരുന്നില്ല. കുട്ടികൾക്ക് സൈക്കിളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ പ്രദേശത്തിലെ ആളുകൾ വളരെ രോഷാകുലരാണ്. ഒരു മെമ്പർ എന്ന നിലയിൽ, വാർഡ് മെമ്പർ എന്ന നിലയിൽ എല്ലാ ദിവസവും ആ പ്രദേശത്തെ ആളുകളുടെ പരാതി കേൾക്കാനാണ് സമയം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ ഒന്ന് പരിഹരിക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കാലവർഷം എത്തുന്നതോടെ ഈ പ്രദേശത്ത് കടുത്ത വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. മഴ ശക്തമാകുന്നതിന് മുൻപ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും മുടങ്ങുന്ന അവസ്ഥയാകും. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നഗരസഭയിലെ 18-ാം വാർഡിൽ വിപുലമായ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശുചിയായ വാർഡ് ആരോഗ്യകരമായ നാളേക്ക് എന്ന സന്ദേശവുമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വാർഡിലെ പ്രധാന ജനവാസ മേഖലയായ പുഞ്ചവയൽ തോട് പരിസരം, കണ്ണങ്ങാട്ട് അംഗൻവാടി പരിസരം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ശുചീകരണ യജ്ഞം നടന്നത്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനും പൊതുവിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുമാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.
വാർഡ് സാനിറ്റൈസേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ജനകീയ ശുചീകരണ യജ്ഞത്തിൽ വലിയ പങ്കാളിത്തമാണ് ദൃശ്യമായത്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർക്കൊപ്പം വാർഡിലെ പൊതുജനങ്ങളും സജീവമായി പങ്കെടുത്തു. ആദ്യമായിട്ട് ഇവിടെ പുഞ്ചവയൽ പരിസരത്ത് വളരെയധികം മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഹോട്ടലുകളിൽ നിന്നും ഉള്ള വേസ്റ്റുകളാണ് മുഴുവനും ഇവിടെ കൊണ്ട് തള്ളപ്പെടുന്നത്. അത് തന്നെ രാത്രികാലങ്ങളിലാണ് ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി ഇവിടെ വിക്ഷേപിച്ച് പോകുന്നൊരു പ്രവണത ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ ധാരാളമായി കുമ്പാരമായി കിടക്കുന്നൊരു പരിസരമായിട്ട് ഇപ്പോൾ ഇവിടെ മാറി വരികയാണ്. അവരവരുടെ മാലിന്യങ്ങൾ അവരവരുടെ ഉറവിടങ്ങൾ തന്നെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഇതുപോലും പാലിക്കാത്ത ഒരു തരത്തിലാണ് ഇവിടെ വേസ്റ്റുകൾ നിക്ഷേപിച്ചു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ശ്രദ്ധേയനായിരിക്കുകയാണ് കുണ്ടയം കോവിലിലെ 2 വയസ്സുകാരൻ ശ്രീതിക് അനീഷ്. ഈ കുഞ്ഞു പ്രായത്തിൽ ശ്രീതിക് തിരിച്ചറിഞ്ഞ് പേര് പറയുന്നത് മനുഷ്യരെ മാത്രമല്ല ഇതര ജീവജാലങ്ങളെയും വസ്തുക്കളെയും കൂടിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ശ്രദ്ധേയനായിരിക്കുകയാണ് കാങ്കോൽ കുണ്ടയംകോവിലിലെ ശ്രീതിക് അനീഷ്. ഈ ചെറിയ പ്രായത്തിൽ ശ്രീതിക് തിരിച്ചറിയുന്നത് പ്രശസ്തരായ വ്യക്തികളെ മാത്രമല്ല ജീവജാലങ്ങളെയും ഇതര വസ്തുക്കളെയുമാണ്. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നടത്തിയ മത്സരത്തിലാണ് 2 വയസ്സും 3 മാസവും പ്രായമുള്ള ശ്രീതിക് റെക്കോർഡിന് അർഹനായത്. 56 ജീവികളെയും 23 പ്രശസ്ത വ്യക്തികളെയും 17 പഴങ്ങളെയും 15 വാഹനങ്ങളെയും 13 ഭക്ഷ്യവസ്തുക്കളെയും 11 ശരീരഭാഗങ്ങളെയും 6 ആക്സസറികളെയും 5 നിറങ്ങളെയും തിരിച്ചറിയുകയും പേര് പറയുകയും ചെയ്യുക, 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എണ്ണുക, എ മുതൽ സെഡ് വരെ 26 അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഓർമ്മിച്ച് പറയുക, മലയാള സ്വരാക്ഷരങ്ങളും 1 വർഷത്തിലെ മാസങ്ങളും പറയുക എന്നിങ്ങനെ എല്ലാം തിരിച്ചറിഞ്ഞാണ് ശ്രീതിക് അനീഷ് തന്റെ വൈഭവം തെളിയിച്ചിരിക്കുന്നത്. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാനൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഐഡന്റിഫൈ ചെയ്യുക, ബോഡി പാർട്സ്, ഫുഡ് ഐറ്റംസ്, ഇതിനെക്കുറിച്ചെല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവനിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ABCD, A, അങ്ങനെ ഓരോ കാര്യങ്ങളും അവൻ പറയാൻ തുടങ്ങി. മാസങ്ങൾ, ദിവസങ്ങൾ, അങ്ങനെയാണ് ഞങ്ങൾ ഇവനെ കൂടുതൽ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തെടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ട് അവന് കിട്ടുക ചെയ്തത്. ഓൺലൈനായിരുന്നു മത്സരം. കുണ്ടയംകോവിൽ താഴെക്കുറുന്തിൽ കിഴക്കേ വീട്ടിൽ അനീഷിന്റെയും പ്രിയയുടെയും മകനാണ് ശ്രീതിക് അനീഷ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിവാഹ വാർഷിക ദിനത്തിൽ മാത്തിൽ IRPC അന്തേവാസികൾക്ക് വസ്ത്രങ്ങളും ധനസഹായവും നൽകി മാതൃകയാവുകയാണ് വടശ്ശേരിയിലെ PP രാഘവൻ മീനാക്ഷി ദമ്പതികൾ. ജീവകാരുണ്യ സാന്ത്വന പരിചരണ രംഗത്ത് 650ഓളം പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഇതുവരെ IRPCക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവാഹ വാർഷിക ദിനത്തിൽ മാത്തിൽ IRPC അന്തേവാസികൾക്ക് വസ്ത്രങ്ങളും ധനസഹായവും ഭക്ഷണവും നൽകി മാതൃകയാവുകയാണ് വടശ്ശേരിയിലെ PP രാഘവൻ മീനാക്ഷി ദമ്പതികൾ. തങ്ങളുടെ 42ാം വിവാഹ വാർഷിക ദിനത്തിലാണ് ഇത്തരം ഒരു ആഘോഷമൊരുക്കിയത്. സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ ധനസഹായവും വസ്ത്രങ്ങളും ഏറ്റുവാങ്ങി. P അനുരാഗ്, MP രജനി, KV ഷീബ, ആലക്കാടൻ രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവകാരുണ്യ സാന്ത്വന പരിചരണ രംഗത്ത് 650ഓളം പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഇതുവരെ IRPCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയാണ് മീനാക്ഷി. അതോടൊപ്പം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് പഴയ തലമുറക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആ അടിയന്തരാവസ്ഥയിലെ പോരാളി കൂടിയാണ് കാങ്കോലിലെ PP രാഘവൻ. PP രാഘവൻ മീനാക്ഷി ദമ്പതികളുടെ 42ാം വിവാഹ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കുടുംബം നമ്മുടെ IRPC സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് ഇങ്ങനെയുള്ള ഒരു ധനസഹായവും അതുപോലെ തന്നെ എവിടെയുള്ള അന്തേവാസികൾക്കുള്ള ഒരു ചെറിയ ഒരു ഉപഹാരം എന്ന രീതിയിൽ ഇത് എത്തിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കായി മലബാർ സൈനിക് അക്കാദമിയുടെ സൗജന്യ പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് ക്യാമ്പ് മെയ് 30-31 തീയതികളിൽ നടക്കും. ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി, അതും 17ാം വയസ്സിൽ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാതൃകാ ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്.
ഇന്ത്യൻ പ്രതിരോധ മേഖലകളായ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സസ് എന്നിവയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഇന്ത്യയിലെ പ്രമുഖ പ്രീ റിക്രൂട്ട്മെന്റ് അക്കാദമിയായ മലബാർ സൈനിക അക്കാദമി സൗജന്യ പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. കുട്ടികളെ കണ്ടോ, ഇവർ സ്കൂൾ സ്പോർട്സിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് കയറാൻ വേണ്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർ അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്ത് അപ്ബ്രിങ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മലബാർ സൈനിക് അക്കാദമി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുക. മെയ് 30 ശനിയാഴ്ച കണ്ണൂർ ജില്ലയിലും മെയ് 31 ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിലുമാണ് ക്യാമ്പ് നടക്കുന്നത്. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം, എഴുത്തു പരീക്ഷയ്ക്കുള്ള കോച്ചിംഗ്, മെഡിക്കൽ ആൻഡ് സെലക്ഷൻ ഗൈഡൻസ് എന്നിവ പരിചയസമ്പന്നരായ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പിൽ പൂർണ്ണമായും സൗജന്യമായി നൽകുന്നതാണ്. 100% വിജയസാധ്യത ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീറ്റുകൾ പരിമിതമായതിനാൽ സൈന്യത്തിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം 9061328774 9778800945 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയത്ത് സ്ഥിതി ചെയ്യുന്ന കുപ്പേരിക്കടവ് പാലം തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മാണം വൈകുന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം ശക്തം. പ്രദേശവാസികളുടെ ഏക ആശ്രയമായ പാലം തകർന്നതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് നിത്യേന ദുരിതയാത്ര നടത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ സഹായമൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ സ്വന്തം നിലയിൽ ഫണ്ട് പിരിച്ചെടുത്തായിരുന്നു കുപ്പേരിക്കടവ് പാലം നിർമ്മിച്ചത്. എന്നാൽ 2019 ജൂൺ 16 വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പാലത്തിന് സമീപത്തുള്ള ഭീമാകാരമായ മരം കടപുഴകി വീണതോടെ പാലം പൂർണ്ണമായും തകരുകയായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്ക് വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള ഏക മാർഗമാണിത്. നിലവിൽ കൈവരികൾ പോലുമില്ലാത്ത അപകടാവസ്ഥയിലായ പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് തങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പാലായിരുന്നു. ഇപ്പം പൊളിഞ്ഞു പോയത്. ഇപ്പോൾ അതിൻ്റെ ടെൻഡർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അത്രയും പെട്ടെന്ന് തന്നെ പണി ആരംഭിക്കും എന്നുള്ള ഒരു വിവരം പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരം തന്നെയാണ്. നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാലമാണിത്. പാലം തകർന്നതിനെ തുടർന്ന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നപ്പോൾ നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് നിലവിൽ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പ്രദേശത്ത് പുതിയ പാലം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ അധികൃതർ ആരംഭിച്ചതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരൊറ്റ പ്രവൃത്തി പോലും നിലവിൽ തുടങ്ങിയിട്ടില്ല. വർഷങ്ങളായുള്ള തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഏരിയത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യുവതലമുറയുടെ ക്രിയാത്മകതയെ നശിപ്പിക്കുന്ന ലഹരി പോലുള്ള മാരക വിപത്തുകൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് നിയുക്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടു. കൈതക്കാട് തർബിയ ഖുറാൻ അക്കാദമി സംഘടിപ്പിച്ച ഏകദിന സമർ ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ തീർച്ചയായിട്ടും എനിക്ക് തൃക്കരിപ്പൂരിൽ വന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യം, എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ലഹരിയുടെ കാര്യത്തിൽ, വ്യാപനത്തിന്റെ കാര്യത്തിൽ ഇതര സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ കുറവ് ലഹരി വ്യാപനമുള്ള സ്ഥലം തൃക്കരിപ്പൂരായി. രണ്ട് കാരണം. ഒന്നാമത്തെ കാരണം, നിങ്ങൾ ഇന്ന് ഇവിടെ ചെയ്തതുപോലെയുള്ള ഭൗതിക പഠനത്തിനൊപ്പമുള്ള ആത്മീയ പഠനം, ആ ആത്മീയ പഠനം നിങ്ങൾക്ക് തരുന്ന ഉൾക്കരുത്ത് തന്നെയാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ തൃക്കരിപ്പൂർ മോഡൽ കേരളത്തിനാകമാനം മാതൃകയാണെന്നും തൃക്കരിപ്പൂരിന്റെ ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ രീതിക്കൊപ്പം ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക പാരമ്പര്യവുമാണ് ഇതിന്റെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം തൃക്കരിപ്പൂരിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. AC ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ ആമുഖ ഭാഷണം നടത്തി. MLAക്കുള്ള സ്നേഹോപഹാരം വർക്കിംഗ് ചെയർമാൻ UA റയീസ് സമർപ്പിച്ചു. കൈതക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂൾ പ്രധാനാധ്യാപകനായി നിയമിതനായ റഫീഖ് കൈതക്കാടിനെ ചടങ്ങിൽ അനുമോദിച്ചു. ബാലമജീഷ്യൻ മാസ്റ്റർ ഹൃദയദേവ് ലഹരി വിരുദ്ധ മാജിക് ഷോ അവതരിപ്പിച്ചു. സ്പേസ് ഇന്ത്യ അംബാസിഡറും
യങ്ങർ ക്രിയേറ്ററുമായ ആസ്ട്രോസൈ മുഖ്യാതിഥിയായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, KP പ്രകാശൻ, ഒറായിക് മുഹമ്മദ് ഹാജി, TC കുഞ്ഞബ്ദുള്ള ഹാജി, SI ശിഹാബ്, അബ്ബാസ് വാഫി, TK ഫൈസൽ, AV അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലാത്ത കരിവെള്ളൂർ ആണൂരിലെ പ്രമോദ് പാടിയ ഗാനങ്ങളെല്ലാം ഹിറ്റുകളാണ്. ഗായകൻ മാത്രമല്ല, മികച്ച ഒരു പുരക്കളി കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത കരിവെള്ളൂർ ആണൂരിലെ പ്രമോദ് പാടിയ ഗാനങ്ങൾ എല്ലാം ഹിറ്റുകളാണ്. കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രമോദ് ചെറുപ്പം മുതലേ തന്നെ ഗ്രാമത്തിലെ പ്രാദേശിക പരിപാടികളിൽ പാട്ടുകൾ പാടുമായിരുന്നു. അതുമാത്രമായിരുന്നു പാട്ടിനോടുള്ള ബന്ധം. അവിടെ നിന്നും എല്ലാ പ്രോത്സാഹനവും നൽകി സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് പ്രശസ്ത സംഗീതജ്ഞൻ റസാഖ് കരിവെള്ളൂരാണ്. പാട്ടിനോടുള്ള ഇഷ്ടത്തോടൊപ്പം അഭിനയവും സംഗീത സംവിധാനവുമെല്ലാം പ്രമോദ് ചെയ്യാറുണ്ട്. നിലവിൽ 20ഓളം ഭക്തിഗാന ഉത്സവ ആൽബങ്ങളിൽ പ്രമോദ് പാടി അഭിനയിച്ചിട്ടുമുണ്ട്. 80ഓളം കവിതകളും ആലപിച്ചു. ചീമേനി വന്ദനം എന്ന ആൽബമാണ് അവസാനമായി പുറത്തിറങ്ങിയത്. ആകാശവാണിയിൽ പൂരക്കളി അവതരിപ്പിച്ചിട്ടുണ്ട് പ്രമോദ്. ചെറിയ പ്രായത്തിൽ തന്നെ പൂരക്കളി അഭ്യസിച്ച പ്രമോദ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ കരിവെള്ളൂർ ഹൈസ്കൂളിനെ പ്രതിനിധീകരിച്ച് നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ബീഡി തെറുപ്പുകാരുണ്ട്. അവരുടെ അടുത്ത് പോയി ഞാനിങ്ങനെ പാട്ട് കേൾക്കുമായിരുന്നു. പാട്ടിന് അപ്പോൾ കമ്പം തോന്നി. പിന്നീട് നാട്ടിൽ തന്നെ സ്വന്തമായൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കി. സിംഗിംഗ് ബെൽസ് കരിവെള്ളൂർ എന്ന അതിൻ്റെ പേര്. അതിപ്പോഴും 10 വർഷമായി തുടർന്നു പോകുന്നുണ്ട്. അതിനുശേഷം ആദ്യമായി ഒരു 2-3 വർഷം മുന്നേ കണ്ണാടിപ്പാറ ക്ഷേത്രത്തിൽ ഒരു ഭക്തിഗാനം പാടാനുള്ളൊരു അവസരം ലഭിച്ചു. അങ്ങനെ ചെറുവത്തൂർ സാരംഗം സ്റ്റുഡിയോയിൽ വെച്ച് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് വിനോദേട്ടനും സാരംഗം വിനോദേട്ടൻ തന്നെയാണ്. അതുപോലെ തന്നെ പാട്ട് എഴുതിയത് സുരാ കുറ്റിയാട്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ പാട്ടോടുകൂടി എനിക്ക് ഒരുപാട് പാട്ടുകൾ എന്നെ തേടി എത്തുകയായിരുന്നു. പൂരക്കളി പരിശീലകൻ മാണിയാട്ട് നാരായണൻ ഗുരുക്കളിൽ നിന്നാണ് പൂരക്കളി അഭ്യസിച്ചത്. കരിവെള്ളൂർ ശ്രീ വാണിയില്ലം ക്ഷേത്ര പൂരക്കളി സംഘത്തിലെ അംഗം കൂടിയാണ് പ്രമോദ്. ഗ്രാമീണ ഗായകന്മാർക്ക് അവസരം സൃഷ്ടിച്ചുകൊണ്ട് സിംഗിംഗ് ബെൽസ് കരിവെള്ളൂർ എന്ന ഗാനമേള ട്രൂപ്പും ഇദ്ദേഹം നടത്തിവരുന്നു. 13 പരം നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ച് പ്രമോദ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നല്ലൊരു അനൗൺസർ കൂടിയായ പ്രമോദ് മികച്ച സംഘാടകൻ കൂടിയാണ്. നിരവധി സാംസ്കാരിക സംഘടനകളുടെ ഭാഗമായും ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആണൂരിലെ ഇട്ടമ്മൽ നാരായണന്റെയും കുതിരുമ്മൽ കമലാക്ഷിയുടെയും മകനാണ് പ്രമോദ്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പാണപ്പുഴ മാത്തുവയൽ പാലത്തിനു സമീപം റോഡരികിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മാതമംഗലം മേരിയം റോഡിൽ പാണപ്പുഴ മാത്തുവയൽ പാലത്തിന് സമീപം റോഡരികിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിനപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ ക്രാഷ് ബാരിയർ ഇല്ലാത്തത് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനകം നിരവധി അപകടങ്ങൾ ഈ ഭാഗത്ത് നടന്നു കഴിഞ്ഞു. അപകടത്തിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഇറക്കമുള്ള ഭാഗമാണ് ഇവിടം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെങ്കൽ കയറ്റി പോകുന്ന ലോറി നിയന്ത്രണം വിട്ട് പിറകിലോട്ട് നീങ്ങി റോഡിന് താഴേക്ക് മറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കാളീശ്വരം NNS UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ നാടക നടൻ രഞ്ജി കാങ്കോൽ ഉദ്ഘാടനം ചെയ്തു. കാളീശ്വരം NNS UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 1983-84 7ാം തരം ബാച്ചാണ് സംഗമം സംഘടിപ്പിച്ചത്. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ നാടക നടൻ രഞ്ജി കാങ്കോൽ ഉദ്ഘാടനം ചെയ്തു. നാടകം പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടി നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സെലക്ഷന് വരികയും ഞാൻ സെലക്ട് ആവാത്ത ഒരാളാണ്. മനോരട്ടം പറഞ്ഞു, പിന്നെ അഭിനയിപ്പിച്ച് നോക്കി, അപ്പോൾ വർക്കായില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, രഞ്ജി ഏതായാലും ഈ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്ക്, പിന്നെ നമുക്ക് നോക്കാം. അപ്പൊ നാടകത്തോടുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് അന്ന് അതിൽ അഭിനയിച്ചത് ഇപ്പോ സിദ്, അതിനൊക്കെ രാഹുൽ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ അതിൽ അഭിനയിച്ചത്. അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ കൂട്ടത്തിൽ നിർത്തി ഇവിടെ ഈ ക്ലാസ്സിലൂടെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ആരെയാണ് റിഹേഴ്സൽ ഉണ്ടാവുക. ചടങ്ങിൽ KP കൃഷ്ണൻ അധ്യക്ഷനായി. ഗുരുക്കന്മാരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ.
ഒരു കേശൌഷധമാണ് നീലയമരി. മുടി കറുപ്പിക്കുന്നതിനും വളരുന്നതിനും മറ്റുമുള്ള ഒരു പ്രകൃതിദത്തമായ ബദലു കൂടിയാണ് നീല അമരി. ഒരു കേശൌഷധമാണ് നീലയമരി. മുടി കറുപ്പിക്കുന്നതിനും വളരുന്നതിനും മറ്റുമുള്ള ഒരു പ്രകൃതിദത്തമായ ബദലു കൂടിയാണ് നീലാമരി. താരനകറ്റാനും നീലയമരി ഉപയോഗിച്ചു വരുന്നു. ഫാബേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ഇൻഡിഗോഫെറ ടിങ്ടോറിയ എന്നാണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒന്നാണിത്. നീലയമരിയുടെ സംസ്കൃത സംജ്ഞകളെല്ലാം ഇതിന്റെ ആകാരവും ഗുണവും വ്യക്തമാക്കുന്നതാണ്. പയർവർഗ്ഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണിത്. പലവിധ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ഇത് ഔഷധമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.